ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഗൈസ്, നമ്മൾ ഹീറോയ്ക്കൊക്കെ അടിച്ചതുകൊണ്ട് നമുക്കൊരു മാച്ച് പോവാം. CS റാങ്ക്. ഞാൻ ഇതിൽ നിങ്ങൾ CS റാങ്ക് കളിക്കുന്നത് കാണിച്ചിട്ടില്ല. കാരണം അത് സീസണൊക്കെ തുടങ്ങി കുറേ റാങ്കൊക്കെ കഴിഞ്ഞുകൊണ്ടാണ്. ബട്ട് ഇനി മുതൽ അടുത്ത സീസൺ മുതൽ ഞാൻ കറക്റ്റായിട്ട് ഇടാൻ തുടങ്ങാം. ഞാനിത് വന്നു ഈ ബോൺസർ മാറ്റിയിട്ട് മറ്റേ എൻഹാൻസർ ഹാമർ ഇടാൻ വിചാരിച്ചായിരുന്നു. ഇന്നലെ ഹീറോയ്ക്ക് അടിച്ചത് മറന്നുപോയി. ഈ മാപ്പ് എനിക്ക് ഇഷ്ടമല്ല, കാരണം എനിക്ക് ഈ മാപ്പ് അറിയത്തേ ഇല്ല. ഈ എബിലിറ്റി എനിക്ക് ഇഷ്ടമല്ല. ഇവിടെ ഒരു എല്ലാം ഉണ്ടായിരുന്നല്ലോ. ഫാസ്റ്റ് സാധനം അവിടെ പോയി. മണ്ടയ്ക്ക് ഒരുപാട് എണ്ണീറ്റുണ്ട്. ഇവിടെ നിന്ന് അടിയിട്ടു. ഓ ഗൈസ്, നോക്കായി ഗൈസ്. അത് കുഴപ്പമില്ല, ഫസ്റ്റ് റൗണ്ടല്ലേ. സെക്കൻഡ് റൗണ്ട് നമ്മൾ പിടിക്കും. സെക്കൻഡ് റൗണ്ട് മുതലാണ് നമ്മുടെ സ്കില്ല്. ഇവിടുന്ന് ഒരു 0 ഡാമേജ്. കഴിച്ചില്ല ഗണ്ണൂർ ചാപ്പാട് 125 ഡാമേജ് മതി. ഈ സോനു എന്ന് പറയുന്നത് നമ്മൾ ഈ കളി എടുത്തിരിക്കും. വരൂ, ഇവിടെ വെയിറ്റ് ചെയ്യാം. ന്യൂസ് വരുന്നതാണ്. അവിടെ എനിമീസ് ഒന്നുമില്ല. അവൻ നോക്കിയിരുന്നുണ്ടെങ്കിൽ എടാ അതിങ്ങനെയാണ് AK-47 ഒറ്റടി. അവനെ നോക്കാൻ ഞാനും നോക്കുക. സെക്കൻഡ് തന്നെ ഹാക്കാണ് ഗൈസ്. ഞാൻ ഹെഡ് ഷോട്ട് അടിച്ച സീനില്ല, ബട്ട് ഒറ്റ അടിയിൽ ഞങ്ങൾ രണ്ടുപേരും നോക്ക്. നമ്മുടെ MB40 ഇതാക്കുന്നത് യൂസ് ചെയ്യുന്നത്. ഈ കളി നമ്മൾ എടുക്കുക, ഉറപ്പായിട്ട് എടുക്കുക ഈ കളി. എനിക്ക് അവന്മാരെ ഹാക്കാണോ എന്നൊരു ചെറുതായിട്ടൊരു സംശയമുണ്ട്, പക്ഷെ അത് ഹാക്കാവത്തില്ല. കണ്ടില്ല ചെന്നു നമുക്ക്. വേറെ അവിടെ ആരെങ്കിലും ഉണ്ടോ? അടിയിട്ടില്ല. അവിടെ ഉണ്ടായിരുന്നു ഗൈസ്. ഓക്കെ ഹെൽപ്പ് ആദ്യം അടിക്കല്ലേ ബ്രോ, പ്ലീസ് അടിക്കല്ലേ ബ്രോ. അടിച്ചു കൊന്നു. നമുക്ക് ആ കില്ല് കിട്ടി. അവിടെ ഇവൻ എന്താണോ ഫുൾ ഓഫ്ലൈൻ. നമുക്ക് ഇങ്ങനത്തെ ടീമേറ്റാണ് കിട്ടുന്നത്. അല്ല MB5 എടുക്കണോ? എടുത്തേക്കാം. ഫോൺ ഫയർ എന്താണോ ഇരിക്കുന്നത് ഈ ഒരു പേര്. എന്താ എടാ അതെങ്ങനെ ഇവിടുന്ന് അടിക്കുന്നത്? ഇവിടുന്ന് എങ്ങനെയാ അടിക്കുന്നത് തന്നെ? ഇവിടെ വാളില്ലേ, പിന്നെ എങ്ങനെ അവൻ തന്നെ അടിക്കുന്നത്? ഹാക്കാണ് കേസ്, ഇത് ഹാക്കാണ് ബ്രോ. സത്ത് ഗൈസ്, എല്ലാം ഒന്ന് ടീമേറ്റ്സ്. പിന്നെ കുഴപ്പമില്ല.
ഇവൻ കുഴപ്പമില്ല, ഒരു മാച്ച് കിട്ടുക. ഓക്കെ, ഈ മാച്ച് നമ്മൾ എടുത്തിട്ട് ഉറപ്പായിട്ട് എടുക്കും. ഇതേ നേരത്തെ പറഞ്ഞതിൻ്റെ ഇത് നല്ല മാപ്പ്. എനിക്ക് ഈ മാപ്പൊക്കെ പേര് അറിയാന്നേ ഉള്ളൂ, ഇതൊന്നും അറിയത്തേ ഇല്ല. ഇത് കട്ടാനെ കണ്ടനല്ലേ. ഡ്രസ് കൊള്ളാവും. ഈ കളിയിലെ ടീമേറ്റ്സ് എങ്ങനെയാണെന്ന് അറിയത്തില്ല, എനിമീസ് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇങ്ങോട്ട് അവിടെ കൂടെ പോയി അടിയിട്ടു, ഇവിടെ പോയാൽ അടിയിട്ടു. നമ്മുടെ ഈ ടീമേറ്റിൻ്റെ അടുത്ത് എനിമുണ്ട്. ഫ്ലാഷ് ഫ്രീസ് ചെന്ന് കയറി കൊടുത്തേ. എടാ 110 കൊടുത്തായിരുന്നു, പക്ഷേ കുഴപ്പമില്ല. എനിക്ക് സീനായിട്ട് കിട്ടിയത് ഈ കളി മേടിക്കും, ഉറപ്പായിട്ട് പിടിക്കും. നേരത്തെ കളി എടുക്കായിരുന്നു, പക്ഷേ എടുത്തില്ല. അത് കുഴപ്പമില്ല, ഫസ്റ്റ് റൗണ്ടല്ലേ, സീനില്ലല്ലോ അല്ലേ. ഒന്നാമത് ഈ മാത്സ് നമുക്ക് അറിയത്തില്ല. നേരത്തെ നമുക്കിത് മാപ്പ് സെലക്ട് ചെയ്യാൻ പറ്റുമായിരുന്നു, പക്ഷെ ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. പുതിയ അപ്ഡേറ്റ് വന്നു, കൂട്ടുണ്ട്. എവിടെയാണ് നോക്കിട്ട് ഇവിടെ മതി. ഇതൊന്നും കൊള്ളാതെ ഞാൻ ഫുൾ കൺട്രോളാണ് ഇട്ടേക്കുന്നത്. ഡീഫോൾട്ടാണല്ലോ ഇട്ടത്, പിന്നെന്താ ലോക്കാണ്. അതെന്താന്ന് പറഞ്ഞോളൂ. കുഴപ്പമില്ല, സീനില്ല. നമ്മളെടുക്കും. 2 കളിയായിട്ട് തുടർച്ചയെ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാനൊരു ന്യൂബ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ടീമിൽ ആരും കില്ലും എടുക്കത്തില്ല, ഒരു കില്ല് പോലും എടുത്തില്ല. ഞാനുള്ള മണ്ട ക്യാമറ കയറി ഗ്ലൂവാൾ ഇട്ടേടാ, വന്നില്ലടാ ഗ്ലൂവാൾ ഇട്ടിട്ട്. ബ്രോ ഞാൻ താരോട്ട് ആടാന്ന് ഹെൽപ്പ് ചെയ്യാം ബ്രോ ഹെൽപ്പ് ഹെൽപ്പ് അപ്പും ചെയ്തില്ല, കളിക്കത്തുമില്ല. ഹെൽപ്പ് അബി താങ്ക് യു ഹെൽപ്പ് അപ്പ് ഒക്കെ ചെയ്യാൻ കേട്ടോ, നല്ല ടീം. ഇവിടെ കൂടെ വരുന്നില്ല. നമ്മുടെ ഹെൽപ്പ് ചെയ്ത ടീം 1v2 ആണ്, ഈസി 1v2 ഈസി. അവിടെ ഉണ്ടല്ലോ 2 സൈഡിന് കൊടുക്കും. അവിടെ നിന്ന് വരുന്നുണ്ട് മണ്ടയ്ക്ക് ഇങ്ങനെ അറിയില്ല, അതാണ് അവൻ്റെ ഗോൾ. അവന് കയറി ലെഫ്റ്റിലോട്ട് ഓടാൻ സാധ്യതയുള്ളൂ. ഇതൊന്നും സൗണ്ടില്ല ബ്രോ. ഓക്കെ നെഡുമില്ല, എവിടെയുണ്ട്? അപ്പുറത്തോട് വരാൻ പറ്റുമില്ല, കണ്ടില്ല ബ്രോ. ബാക്കിൽ കൂടെ അടിച്ച് സീനില്ലേ, കൊരിയില്ലേ ഉള്ളല്ലേ.
ഒരാളെങ്കിലും നമ്മുടെ ടീം വെച്ചിട്ടുണ്ടല്ലോ. ഞാൻ എല്ലാവരും ഇതുകൂടി അവരെടുത്ത് കഴിഞ്ഞാൽ അവർ ഇന്ന് ലക്കില്ല കൈസ്, ഇന്ന് ലക്കില്ല. ഞാൻ ആലോചിച്ചതില്ല കുറേ കൂടെ വരുമെന്ന്. ഒറ്റ അടിക്കാനകത്ത് അത് ഹെഡ് അടിക്കാൻ അടിച്ചത്. ഒന്നാമത് ഈ മാപ്പിൽ എനിക്ക് എവിടൊക്കെയാണ് നിൽക്കേണ്ട, എവിടെ കൂടെ വരാൻ പറ്റും, എവിടെ കൂടെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം ഉള്ളിൽ കയറി കൊണ്ട് ബെഡ് അടിക്കുന്നു. അവിടെ ഒരു എനിമി ഇല്ല വീടാണ്. വരി ബ്രോ. ഇപ്പം എന്താ പിറ്റേ നോക്കിയാണ് വരേക്കുന്നത് ബ്രോ. ഞാൻ നിന്റെ കില്ലെടുത്തേ അല്ല കേട്ടോ. പിന്നെ അവിടെ എനിമുള്ളത് ആ ബ്രോ പോയി ഇവിടുന്ന് എനിമിയില്ലല്ലോ അല്ലേ. പിന്നെ എവിടെയാണ് എനിമുള്ളത്? നമ്മളടിക്കും മിക്കവാറും നമ്മളൊരു കെമ്പേക്കാണ് അവിടെ ഇവിടെ. ഓ ഇപ്പം ടീമേറ്റ് കില്ലെടുത്ത് നിങ്ങൾക്ക് തുടങ്ങി. ഞാനാണ് MVP. ബ്രോ തോംസൺ ഒന്ന് ഹോക്ക് ചെയ്തായിരുന്നു. ഹാക്കർ റീസ്റ്റാറാണ്. റീസ്റ്റാർ പേര് മാറ്റി തന്നെ. റീസ്റ്റാറിൻ്റെ പേര് ഒരു 10,000 ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട് ഫ്രീ ഫയറിൽ. ഇപ്പോഴാണ് അങ്ങനെ പേര് മാറ്റി ഹാക്കറിന് ഇട്ടപ്പോൾ ഹാക്കറിൽ ഇടാറുള്ളത്. വേറെ റീസ്റ്റാർ ഒരുപാട് മീൻ ചേഞ്ചിങ്ങുകൾ ഉപയോഗിക്കേണ്ടി വരും. എനിക്ക് അത് കിട്ടിയില്ല. എനിക്ക് കിട്ടി. ചേർത്തിട്ട് കാര്യം എന്നിട്ട് എവിടെ കൂടെ പോകാനെന്ന് എനിക്കറിയണോ. മണ്ടയ്ക്കൂടെയാണോ താഴെ കൂടെയാണോ? എവിടെയാണ് ഗ്ലൂവാൾ ഇടുന്നത്? ഗ്ലൂവാൾ ഇടാൻ ആദ്യം ഗ്രൗണ്ടിൽ പോയി. ഇവിടെ എനിമി ഹെഡ്ഷോട്ട് അടിക്കുന്നില്ല. ഉറപ്പായിട്ട് അടിക്കും. അവരിലേക്ക് എത്തും. ഗൈസ് കംബാക്ക് നിങ്ങൾ കാണാൻ പോകുന്ന കംബാക്കാണ്. ഈ മാപ്പ് എനിക്ക് അറിയാം ചെറുതായിട്ട്. ഞാനിതിനെ പിന്നെ മേടിച്ച് ഇതിന് മേടിക്കും കുറേ സ്പെക്കർ മാറ്റിയിട്ട് NW എടുത്തിട്ട് NW എടുത്തിട്ടുണ്ട്. സ്പെക്കർ മാറ്റി ഈ മാപ്പ് എനിക്കൊന്നും അറിഞ്ഞൂടാ. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഗൈസ്. നമ്മൾ പുതിയതായിട്ട് തുടങ്ങിയതാണ്. റെഡിയിൽ കൊള്ളുന്നില്ല. ഉച്ചയ്ക്കാവുമ്പോഴത്തേക്ക് നമുക്ക് അല്ലാതെ അടിക്കാം. ഇപ്പം സ്കോപ്പ് ഇട്ട് അടിക്കാതല്ല. സ്കോപ്പ് ഇടാൻ തന്നെ അടിക്കാനൊക്കെ അറിയാം. ഒരു 5 അടി അടിക്കുമ്പോഴായിരിക്കും ഒരടി എനിക്ക് കൊള്ളുന്നു. അതേ ഉള്ളു സീൻ, വേറെ ഒന്നുമില്ല. എവിടെയാണ് സീൻ? അവിടെ എനിമയുണ്ട്. ഇവിടെ കൂടെ കയറിയാൽ എനിക്ക് റെഡിയിട്ട് സാധ്യതയുണ്ട്. വെച്ച് കയറാം.
ഗൈസ് അവൻ്റെ ഗ്രനേഡ് അല്ല, ഞാൻ എറിഞ്ഞ ഗ്രനേഡ് കൊണ്ട് ഞാൻ ചത്ത്. എൻ്റെ മണ്ടത്തരം കാരണം ആ സോണ് വരുന്ന എവിടെ കൂടെ ഞാൻ അറിഞ്ഞൂടെ. ഇതാണ് മാപ്പ് അറിയാത്ത എൻ്റെ പ്രശ്നം. നമ്മളിപ്പോൾ എത്ര കളി കളിച്ചു? 2 കളിയാണ്. 2 കളിയും പൊട്ടി. ഒന്നിൽ പിരിച്ചാൽ 3 അതാണ് നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനൽ കളി. ഇതിൽ ജയിച്ചാൽ എവിടെ ചേർത്തുള്ളൂ. ഇന്ത്യൻ ഹാക്കർ വേറെ ഒരു പേര് ഖാലിയോ. ഇതിനകത്ത് ഞാൻ പൊളിക്കുന്നത് ഇത് നമുക്കറിയാവുന്ന എല്ലാവരും ഇവിടെ ബോൺഫയർ ഉണ്ട് ബ്രോ. നേരെ ഓടിയാ വീട്ടിലൂടെ കയറാം. വേറെ എനിമീസ് കയറുന്നതിന് മുമ്പ് പെട്ടെന്ന് കയറാം. ചെയ്യാൻ നിന്നെ ചാകത്തുള്ളൂ. പിന്നെ കയറിക്കാനായിട്ട് അധികം സ്നൈപ്പ് ചെയ്യണോ? വേണ്ട, പഠിക്കാം. ആരെങ്കിലും കയറിയും പഠിക്കാം. അവൻ്റെ കൂട്ടുണ്ട് അവന്. സോ എനിമീസ് വരും. അവൻ്റെ ആരോടെ ഗ്രനേഡ് കയറി വന്നായിരുന്നു. ഓ മെഡടിയോ ഇവിടെ ഉണ്ട്. ഇറങ്ങാം നമുക്ക്. 110. ഇനി 2 പേരും കൂടെ ഉള്ളു. 2v2 ഉണ്ട്. 2v2 സിറ്റുവേഷൻ. മണ്ട കയറാം ബ്രോ. അടിക്ക് ബ്രോ, ഫുൾ സപ്പോർട്ട്. ബ്രോ നിക്ക് ബ്രോ. അപ്പോൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. ബ്രോ ഹെഡ്ഷോട്ട്. ബ്രോ എന്നെ കില്ല് ചെയ്യുന്നു ബ്രോ. അടിക്ക് ബ്രോ. ഇത് എടുക്ക് ബ്രോ, പ്ലീസ് എടുക്ക് ബ്രോ. ചാവല് ബ്രോ. കട്ടാന വെച്ചത് കട്ടാന. ഹൂ വിൽ വിൻ? നമ്മുടെ ടീമിൻ്റെ ആവും ഉറപ്പാ. സോണി കയറാളാ. ഗൈസ് ചത്ത്. കുഴപ്പമില്ല. ഫസ്റ്റ് റൗണ്ട് അല്ലേ ഇത്. ഞാൻ സത്യം പറഞ്ഞാൽ എപ്പോഴും പറയുന്ന റൂട്ടല്ല. സീരിയസ് ആയിട്ട് പറഞ്ഞു. നമ്മൾ ടീംമേറ്റ്സ് എല്ലാവരും നമ്മൾ ഈ വലിയ ഗ്യാങ് ആയിരുന്നു. ഗ്യാങ്സ്റ്റർ ഒറ്റയ്ക്ക് വരുന്ന മോൺസ്റ്റർ എന്നാണല്ലോ യാഷ് ബൈ പറഞ്ഞിട്ടുള്ളത്. ഈ വരെ നമ്മൾ കയറുകയാണ്. ആ വഴി കയറിയത് അന്നേരം എത്തുന്നുണ്ട്. ഇവിടെ വെയിറ്റ് ചെയ്യണോ? വേണ്ട, കയറിയേക്കാം. ആരുമില്ല. നമുക്ക് ഇങ്ങനെ അപ്പുറത്ത് എഴുതി കൊടുക്കും. ആദ്യം പറഞ്ഞു എനിമിസില്ല എന്തോ വന്നിട്ട് നമ്മുടെ കൂട്ട് അപ്പുറത്തൂടെ പോയി നമ്മൾ ഭാവിയിലെ അപ്പുറത്തൂടെ അതിന് മുമ്പ് മദ്യത്തിരുന്നു. ഗൈസ് കണ്ടില്ല വരുന്നത്. അതേ ഉള്ളു. വലിയ ക്ലൂകളില്ല. അവന് ക്ലൂകളും ഉണ്ട്. ഈ ആദ്യം നമ്മളെ കൊല്ലും. ഇവ 2ാമത്തെ പ്രാവശ്യം എന്നെ കൊല്ലുന്നു. ബ്രോ എടുക്ക് ബ്രോ. 2v1. ഇതിനകത്തും ചത്തായിട്ട് നീയൊക്കെ ന്യൂമ്പാണ്, മനസ്സിലായോ ബ്രോ? താരേ ചാടിയ കൊണ്ട് അടി. VSS അല്ലേ കയ്യിരിക്കുന്നത്. ഗൈസ് കളി ജയിച്ചല്ലോ. റൗണ്ട് എടുത്തിരിക്കുകയാണ് നമ്മുടെ ടീമേറ്റ്.
എന്താണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അല്ല മ്യൂസിക്കാ പിന്നെ അവിടെ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഇത്ര വലിയ യൂട്യൂബർ 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, എന്നാലും ഇത്ര വലിയ യൂട്യൂബേഴ്സിനെയാണോ റെക്കോർഡ് ചെയ്യാൻ സമ്മതിക്കാത്തത്? റെക്കോർഡ് ചെയ്യുന്നു അന്നതി പോയി സത്യം ഇങ്ങനെ നമ്മുടെ ഇങ്ങനത്തെയാണ് നമുക്ക് കിട്ടുന്നത്. നിങ്ങൾ പറ എന്നിട്ട് ഞാൻ എൻ്റെ സ്കില്ലിപ്പോൾ കാണിച്ചു തരാം. അത് പിന്നെ അതെന്താണെന്ന് അറിഞ്ഞോളൂ ഗൈസ്. 3v3 ആണ് ഗൈസ്. അവിടുത്തെ ഏതൊരു നൂബിനകത്ത് നമ്മുടെ ടീമിൽ ഏതൊരു നൂബിനകത്ത് ഞാനല്ല എന്നാണ് തോന്നുന്നത്. ആ നൂബ് അടിക്ക് ബ്രോ, അടിക്കാണ് അത്രേ ഉള്ളൂ ബ്രോ. ഈ മോട്ടിയുടെ അതൊന്ന് കൊല്ല് ബ്രോ. ഗ്ലൂവോളൊക്കെ ഇട്ട് അവിടെ എന്താ ചെയ്യുക? ഒരുത്തന്നെ എത്തിയിട്ടുണ്ട് ബ്രോ. ഗ്ലൂവോളുണ്ട്, ഹെൽപ്പ് അപ്പ് ബ്രോ. ബ്രോ ഒറ്റയ്ക്ക് കളിയാണ്. അവൻ ചത്ത്. പിന്നെ എങ്ങനെ അറിവേ 2v2 ഗൈസ് പറ്റും ബ്രോ. എൻ്റെ MP40 ഇത്ര ഉള്ളു ബ്രോ. സോണിയ ഈ സോണിയ നമ്മൾ ഇട്ടിട്ടുണ്ടോ? ഇല്ല, നമ്മളിപ്പോൾ ഇട്ടിട്ടില്ല, നേരത്തെ ഇട്ടിട്ടുണ്ട്. ഈ കളികൾ എനിക്ക് ജയിക്കണം. 3 കളി കളിച്ച് 3 കളിയും പൊട്ടിയെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് ജയിക്കണം. നമ്മളെ ഈ MP40 സ്കിന്ന് അത്ര വലിയ സീനൊന്നുമല്ല. പിന്നെ കുറച്ച് ദിവസം കൂടി ഉണ്ടായെന്ന് ഞാൻ എടുത്തിട്ട് പിന്നെ കൂടെ അല്ല മറ്റേ ബ്ലൂ ഇല്ലേ നമ്മൾ ലെവൽ 6 അടിക്കുമ്പോൾ കിട്ടുന്നു. ലെവൽ 6 അടിക്കുമ്പോഴാണ് കിട്ടുന്നത് ആ സ്കിന്ന്. ഹെൽപ്പ് ചെയ്യാമ്പോ മാറിയിരിക്കും ഇപ്പോഴാ കിട്ടുന്നത്. നമ്മൾ എവിടെ നിന്നാണ് ബ്രോ? 2v2 ആണ്. ഇവേവിയാണോ? നമുക്കും കൂടി കിട്ടും. സിനിമ മാത്രമല്ല, അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. എവിടെയാണ് സിനിമ? എവിടെയാണ്? ഇതും അവിടെ ഉണ്ട് കേട്ടോ സിനിമ. ഇവിടെ എൻ്റെ പോയാണ്. മറ്റേ ആദമുണ്ട് നമ്മുടെ രണ്ടുപേരും കൂടി അടിച്ചു ബ്രോ. അവൻ നോക്കാണ് ബ്രോ. അടിക്ക് ബ്രോ. ഇവനൊക്കെ എന്തിനാ അറിയുക? ഗുഡ് ബ്രോ. കാലിയ കൊള്ളാം ബ്രോ, കൊള്ളാം, സൂപ്പർ. അതാണ് എന്തോ ചെയ്യാന്, പ്രോ പ്ലെയർ ആയില്ലേ. നമ്മള് ഭയങ്കര പ്രോ പ്ലെയർ ആണ്. അതുകൊണ്ട് ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യുന്നത്. പ്രോ പ്ലെയർ ആണെങ്കിലും സബ്സ്ക്രൈബേഴ്സ് ഇല്ല. ഇപ്പം നിങ്ങൾ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ അതിന് ദുഃഖിക്കും. കാരണം ഭാവിയിൽ വാക്സ് ട്രിബിൾസ് ആണ്, അക്ഷയ്ക്ക് സ്റ്റാർക്ക് ഇതെല്ലാം ഞാനാണ്. അവരൊക്കെ ഫീൽഡ് ഔട്ട് ആകുമ്പോൾ അവർക്കൊക്കെ ഇപ്പോൾ വൈഫൈ വരുന്നുണ്ടല്ലോ. അവൻ പോയി അങ്ങോട്ടാ വെടി വെക്കുന്നു. നമ്മളെ ടീമേറ്റ്സ് ഉണ്ട് വെടിയില്ല. പാദം ഞാൻ കളിയിലും വന്ന് ഈ കളിയിലും വന്നു. അപ്പം കറക്റ്റായില്ലേ, കണക്കെല്ലാം വേണ്ടി പോയി. നമ്മൾ ടീമേറ്റിനെ നോക്കട്ടെ. നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മുടെ ടീമേറ്റിനെ ചിലപ്പോൾ
ആരോ ഒന്ന് അടിച്ചു. എങ്ങനെയാണത്? ഇവിടെ ഉള്ളവനെ അവൻ തീർത്തിട്ടുണ്ട്. പ്യുവർ ഇന്റർനാഷണൽ. അതേ വാക്സിൻ ആടായാലും എൻ്റെ അടുത്ത് നിന്നാണ് കോപ്പി എടുത്തത്. അല്ല, ഞാൻ കോപ്പി അടിച്ച് പറയുന്നില്ല കേട്ടോ. നമ്മൾ ജയിക്കും മിക്കവാറും. എൻ്റെ പേടിക്കണം. നേരടിക്കുമ്പോൾ ഒരു ഗോള് ഞാൻ വെറുതെ മേടിച്ചു. ചേർക്കിട്ട് മേടിച്ചല്ലോ, വെറുതെ ഇരിക്കില്ല. നമുക്ക് എവിടെ കൂടെ പോകണം? ഇവിടെ കൂടെ പോകാം. എല്ലാവരും ഇവിടെ കൂടെ കണ്ടുപിടിക്കാനേ പറ്റില്ല. ഹാർട്ട് കുറേ കൂടെ അടിക്കുന്നുണ്ട്. ആരും ഇങ്ങോട്ടൊന്നും ഇവിടെ കയറാൻ ഇവിടെ അടിക്കുമ്പോൾ എൻ്റെ ടീമേറ്റ്സിനോട് ഞാൻ അടിക്കാൻ കയറുകയാണ്. പക്ഷെ ആൾറെഡി അവനെ കൊന്നിരിക്കുന്നു. ഞാൻ നോക്കാം ഇവൻ. ബ്രോ 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 എന്തിനാ ബ്രോ ഗ്ലൂ വാളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നില്ലേ ബ്രോ? ഗ്ലൂ വാള് പിന്നെ ഒന്നുകൂടി ഗൈസ് കണ്ടില്ല ഗൈസ്. ബ്രോ 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 അവനെ കൊല്ലു ബ്രോ, പ്ലീസ് ബ്രോ. എന്നെ കളിയെടുത്താൽ മതിയായിരുന്നു എന്നെ രക്ഷിച്ചില്ലെങ്കിൽ. 1v3 അപ്പം മിക്കവാറും ഒരു റൗണ്ട് എടുക്കാളും ഉറപ്പായിട്ട്. ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഞാൻ ഇവന് ഒരു ഐഫോൺ കൊടുക്കും. കറിയാൻ ചാവും. എൻ്റെ കയ്യിൽ എന്നോട് ഐഫോൺ ഇല്ല, അന്നേരം അവന് ഐഫോൺ കൊടുക്കും. ലാസ്റ്റ് ആകാൻ പോകുന്ന എനിക്ക് വലിയ എവിടെ പോയി നിൽക്കണം? എവിടെയിലേക്ക് പോയി നിൽക്കാം. പക്ഷെ എവിടെ കൂടെ എനിമീസ് വരും. ഇതോടെ ടൊററ്റൊക്കെ വെച്ചത്. AW എടുക്കുന്ന നോക്കിയപ്പോൾ കൊള്ളാം. എൻ്റെ ടീമേറ്റിനെ അടിച്ചവനെ കൊല്ലുന്നു. പക്ഷെ അവനെ കാണാൻ പറ്റുന്നില്ല. തൽക്കാലത്തേക്ക് ഇട്ടേക്കുന്നു. എനിക്ക് അത്രയ്ക്ക് അറിയാത്ത ടീമേറ്റാണ്. ഗൈസ് താഴെയുണ്ട് ഒരുത്തന്നെ, അവനെ കൊല്ലണം. എന്തിനാണ് ഞാൻ അവിടെ ഗ്ലൂ വാൾ ഇട്ടത്? എന്ത് കാര്യമുണ്ട്? ഒരു മുങ്ങണ്ടേ? നമുക്കൊരു വീടിനെ ഫൈറ്റ് ചെയ്യാം. ഞാൻ ഇങ്ങനെ അടിക്കുന്ന നോക്കിയപ്പോ അവൻ്റെ അടുത്തോട്ട് ഇതായി പോയി. ഇതെടുക്കാൻ പറ്റില്ല. എൻ്റെ എളുപ്പമല്ല, മൊന്ന ടീമേറ്റ്സിനെയാണ് എനിക്ക് കേട്ടത്. ഞാൻ ചെയ്യുന്നത് ഗൈസ് കളി തോറ്റിരിക്കുന്നു. എനിക്ക് വിഷമമൊന്നുമില്ല, കുഴപ്പമില്ല. ഈ കളി തോറ്റു. പക്ഷേ നമ്മൾ നാളെ നമ്മുടെ കംബാക്ക് വേണ്ടി ഫുൾ 3 കളി കളിയും. ആ 3 കളി നമ്മൾ ജയിക്കും. ചിലപ്പോൾ 3 കളി ജയിച്ചുകൊണ്ട് നമ്മൾ ചിലപ്പോൾ 5 കളി വരെ കളിച്ചേക്കാം. സോ ഗൈസ് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. സോ ഗൈസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.